Barefoot Europe. ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സ്പ്രിംഗ് സീസൺ ആയിട്ടാണ്. സ്പ്രിംഗ് സീസണിൽ എങ്ങനെയാണ് യൂറോപ്യൻ കൺട്രീസ് ഉണ്ടാവുക, ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന ചെടികളെല്ലാം ആരും നട്ടുപിടിപ്പിച്ചേക്കുന്നതല്ല കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെറുതെ കാട് പിടിച്ച് നിൽക്കുന്ന ചെടികളാണ്. പക്ഷേ പൂത്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഓരോ ചെടികളുടെ സൈഡ് വഴി പോകുമ്പോൾ നല്ല സ്മെല്ല് നമുക്ക് കിട്ടും. ഓരോ ഫ്ലവേഴ്സിനും അതിൻ്റേതായ സ്മെല്ല് നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ കിട്ടും. അത്രയും ഫ്ലവേഴ്സ് നിറച്ചുണ്ടായി കിടക്കുകയാണ് ഇതിൽ. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ളൊരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരമാണ്. നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അത് ഞങ്ങൾ അതൊക്കെ കൊഴിഞ്ഞു പോയി തീരുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. താമരയുടെയൊക്കെ ഇതളില്ലേ, അതുപോലെയുള്ള വലിയ വലിയ ഇതളുകളാണ് ഈ ഫ്ലവറിനുള്ളത്. അപ്പോൾ അതിൻ്റെ പെറ്റൽസൊക്കെ വീണ് തീരാറായി. ഫുള്ള് നല്ല കാറ്റ് വരുമ്പോൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് താഴെ വീണ് കിടക്കണ കാണാനും നല്ല രസമുണ്ട്. ഈ പൂവാണ് നമ്മൾ വിഷുവിൻ്റെ എപ്പിസോഡിൽ കണി വെക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇത് നമ്മൾ യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടില്ല, ഇതുപോലെ ഓരോരോ സ്റ്റെമ്മിൽ നിറച്ചും പൂക്കളുണ്ടായി നിൽക്കുമായിരുന്നു. അത് നമ്മൾ ഓരോന്നെ ഒടിച്ചെടുത്ത് ഒരുമിച്ച് വെച്ചിട്ടാണ് കണിക്കൊന്ന പോലെ നമ്മൾ കണി വെക്കാൻ യൂസ് ചെയ്തത്.
അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്പ്രിംഗ് സീസൺ കഴിയുമ്പോഴേക്കും ഈ പൂക്കളെല്ലാം പോയി ഇലകൾ കംപ്ലീറ്റ് വന്നു തുടങ്ങും. ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ്, അതുകൊണ്ട് പൂത്തു. അത് കഴിഞ്ഞതായി ഇപ്പോൾ ചൂടായപ്പോൾ ഇത് കംപ്ലീറ്റ് മാറി. കണ്ടോ, ഇങ്ങനെ ഇല മൊത്തം വന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മർ ആകുമ്പോൾ ഇത് മൊത്തം ഇലയാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ പിങ്ക് കളർ ആവുന്നതിന് മുമ്പ് ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സും ചെറിയ ലീവ്സും ഉണ്ടാവും. അതിനുശേഷം ഇത് ലീവ്സ് മൊത്തം ഒരു ബ്രൗൺ കളറാവും, അതുപോലെ ഫ്ലവേഴ്സ് ഒരു പിങ്ക് കളറും ആവും. ഈ മരത്തിൽ പകുതി പിങ്കും പകുതി വൈറ്റും ആണ് നിൽക്കുന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒന്ന് കണ്ടു നോക്കാം. ഈ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരുപാട് നാളൊന്നും ലാസ്റ്റ് ചെയ്യില്ല. 2-3 വീക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഫ്ലവേഴ്സ് എല്ലാം കൊഴിഞ്ഞു പോയി തീരും. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്പ്രിംഗ് സീസൺ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സോ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.